പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് 1000-ലധികം പേരുകളുണ്ടെന്നാണ്. അതിൽ 99 പേരുകളാണ് അറിയപ്പെട്ട പേരുകൾ, അസ്മാ ഉൽ ഹുസ്ന. നമ്മൾ നൂറുൽ ഈമാൻ എന്നും അസ്മാഉൽ ഹുസ്ന എന്നൊക്കെ പറയും. ആ 99 പേര് മാത്രമല്ല, അതല്ലാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പോ യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ, ഇതൊക്കെ അള്ളാന്റെ പേരാണ്. യാ ഹന്നാൻ, യാ മന്നാൻ, യാ ദയ്യാൻ, യാ സുബ്ഹാൻ. പക്ഷെ ഇത് നമ്മൾ ഈ അസ്മാഉൽ ഹുസ്നയിൽ കാണാത്ത പേരുകളാണ്. അപ്പൊ അസ്മാഉൽ ഹുസ്നയിൽ ഇല്ലാത്ത ഒരുപാട് പേരുകളുണ്ട്, അതായത് 1000-ലധികം പേരുകളുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ ഇല്ലാത്ത അള്ളാഹുവിന്റെ ഒരു പേരാണ് ആമീൻ എന്നുള്ളത്. ആമീൻ എന്ന് പറഞ്ഞാൽ 4 അക്ഷരമാണ്, അലിഫ്, മീമ്, യാ, നൂന്. ആമീൻ. ഈ 4 അക്ഷരങ്ങളും 4 കിതാബുകളെ സൂചിപ്പിക്കുന്നു എന്നാണ്. അതായത് ഖുർആൻ, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ. ഖുർആൻ ആർക്കിറങ്ങിയതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. തൗറാത്ത് മൂസാ നബിക്ക്, ഇഞ്ചീൽ ഈസാ നബിക്ക്, സബൂർ ദാവൂദ് നബിക്ക്. അപ്പോൾ ആമീൻ എന്ന് മനസ്സറിഞ്ഞൊരു മനുഷ്യൻ പറയുകയാണെങ്കിൽ, നല്ല ഇഖ്ലാസോടുകൂടി പറയുകയാണെങ്കിൽ, ഈ 4 കിതാബുകളും ഓതിയതിന് തുല്യമായ ഒരു പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്ന് മഹത്തുക്കൾ പറയുകയാണ്.